അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് കേരള പുലയർ മഹാസഭ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ഫോൺ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു. പോകാനിടയുള്ള സ്ഥലങ്ങളെല്ലാം പരിശോധിക്കുന്നു. സഹായിക്കാനിടയുള്ളവരെ കസ്റ്റഡിയിലിരിക്കുന്നു, എടുക്കുന്നു. വീട്ടുകാരെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നു. സമ്മർദ്ദമുണ്ടാക്കുന്നു. പ്രതികൾ സറണ്ടർ ചെയ്യുന്നു എന്നെല്ലാം കേരളം കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, ഇപ്പോ ഒരു ലോൺ ആപ്പിന്റെ പേരിൽ അന്വേഷണം ഊർജിതമാക്കി. ലോൺ ആപ്പിനെതിരെ FIR ഇട്ട ദിവസം തന്നെ തലശ്ശേരി കോടതിയിൽ പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തു എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ തലശ്ശേരി കോടതി മുൻകൂർ അപേക്ഷ പരിഗണിക്കുമ്പോ പ്രോസിക്യൂഷനോട് പോലീസിനോട് കേസ് ഡയറി ഹാജരാക്കാൻ പറയും. കേസ് ഡയറി ഹാജരാക്കുമ്പോ പോലീസ് എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള FIR-ഉം അനുബന്ധ രേഖകളും അന്വേഷണ പുരോഗതിയും എല്ലാം കേസ് ഡയറി ഹാജരാക്കും. ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് അറസ്റ്റ് ചെയ്യപ്പെടാതെ, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ, തെളിവെടുപ്പില്ലാതെ, ഒന്നുമില്ലാതെ ഈ അധ്യാപകരെന്ന് പറയുന്ന കൊടും കുറ്റവാളികൾ സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കാണേണ്ടി വരും. നിതിൻ രാജ് എന്ന് പറയുന്നത് മരിച്ച ചെറുപ്പക്കാരന്റെ അതേ പേരുള്ള കമ്മീഷണറാണ് ഇവിടെ. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ പേര് തന്നെ അദ്ദേഹത്തെ വേട്ടയാടുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്ത് വേണം? സ്വതന്ത്രവും സത്യസന്ധവുമായ അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകണം. അതുകൊണ്ടാണ് കോളേജിലേക്ക് ഈ അനുസ്യൂതം ഈ സമരം നടക്കുമ്പോഴും കണ്ണൂർ കമ്മീഷൻ ഓഫീസിന്റെ മുമ്പിലേക്ക് വന്ന് കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം KPMS-നെ പോലൊരു സംഘടനയ്ക്കുള്ളത് കൊണ്ടാണ് ഈ കണ്ണൂർ കമ്മീഷൻ ഓഫീസിന് മുമ്പിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആരാണ് മിസ്റ്റർ നിങ്ങൾക്ക് ഈ ഡയറക്ഷൻ തന്നിരിക്കുന്നത്? നിങ്ങളുടെ പൊളിറ്റിക്കൽ ബോസ് ആണോ? പൊളിറ്റിക്കൽ ബോസ് ആണെങ്കിൽ കേരളത്തിന് കൊടുക്കുന്ന സന്ദേശം നല്ലതല്ല, വില കൊടുക്കേണ്ടി വരുമെന്ന അഭിപ്രായമാണ് കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ പറയുന്നത്. ഇപ്പം ഈ ലോൺ ആപ്പിനെതിരെ ഇപ്പൊ ഇന്നലെ ADG പേരിലുള്ള വിവേചനവും പീഡനവും, 2 ലോൺ ആപ്പിന്റെ സമ്മർദ്ദം, 3 കോളേജ് അധികൃതരുടെ വിചാരണ, ഈ 3 കാരണങ്ങളും ഈ ചെറുപ്പക്കാരന് സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ കാണുന്ന ഒരു കാര്യം, ജിഷ്ണു പ്രണോയി മാനേജ്മെന്റിന്റെ നെറുകേടുകൾക്കെതിരെ, ജാതി വിവേചനത്തിനെതിരെ പ്രത്യക്ഷമായി പ്രതിരോധിച്ചതിന്റെ പേരിൽ കോപ്പിയടിച്ചു എന്ന ആരോപണം ഉയർത്തി മർദ്ദിച്ച് ആത്മഹത്യയിൽ അഭയം തേടിയതുപോലെ, ജാതി വിവേചനത്തിനെതിരെ റാമിനോടുകൂടെ പ്രത്യക്ഷത്തിൽ നിന്ന് പ്രതിരോധിച്ച ഒരു ചെറുപ്പക്കാരന്റെ അവനെ അമർച്ച ചെയ്യാൻ വേണ്ടി വീണ് കിട്ടിയ ഒരു ആയുധമായി ഈ ലോൺ ആപ്പ് വിശേഷങ്ങൾ സംശയിക്കുന്നു. ആ സംശയത്തിന്റെ പേരിൽ, അതിന്റെ പേരിൽ അവനെതിരെ സമ്മർദ്ദം മുറുക്കി അവനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അവനിതൊക്കെ ചെയ്യേണ്ടി വന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപാകെ ഈ പ്രശ്നം പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിന്റെയും സർവകലാശാലയുടെയും ഇടപെടലുണ്ടാണ്.
തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അതിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജാണിത്. ആന്റി റാങ്കിംഗ് സെൽ ഉണ്ടാകുന്ന കോളേജുകളിൽ അത് കുട്ടികളുടെയും അധ്യാപകരുടെയും ഗ്രീവൻസസ് പരിഹരിക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടാകണം. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ജീവനി കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. അവിടെ പോസ്റ്റ് ഗ്രാജുവേഷനും നെറ്റുമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പരിണിതപ്രാപ്തരായിട്ടുള്ള ആളുകൾ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പ്രത്യേകം റൂം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് അഞ്ചരക്കണ്ടിയിൽ നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നവോത്ഥാന കേരളത്തിന് നല്ലതാണോ ഇത്തരം പ്രവണതകളെന്നും അദ്ദേഹം ചോദിച്ചു. പോലീസ് യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് എ സനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സി അഖിൽ, കെ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു.